കർത്താവേ, ലോകത്ത് ഒരു SIക്ക് എന്റെ ഗതി ഉണ്ടാവല്ലേ. ഒരു പ്രൊമോഷൻ ഈ പാവം ചാക്കോ പ്രതീക്ഷിച്ചു പോയി. ഓസായാലും അണ്ണാക്കിലോട്ട് ഫുള്ളേ പോവും. അതിലൊഴിക്കാൻ മിനറൽ വാട്ടർ തന്നെ വേണം. ചിക്കൻ ഫ്രൈയേ കഴിക്കും. ഇങ്ങനെ പോയാൽ SI ചാക്കോ ഈ പരിശകളെ തീറ്റിപ്പോറ്റാൻ കള്ളൻ ചാക്കോ ആകേണ്ടി വരും. ഞാൻ തുപ്പിയതാ, പട്ടി തിന്നാ മതി. രാഗത്തിൽ ലേശമനുരാഗം വേണം, ആരോ മലയാള പാട്ടേറ്റു പാടണം, ആനന്ദസാഗരത്തിലാറാടിടേണം, ആമോദത്തോടെ അവൾ മതി, എനിക്ക് മതി, എനിക്ക് ജീവിതം മതിയായി. ഞാൻ മരിക്കാൻ പോവാ, ഞാൻ മരിക്കാൻ പോവാന്ന്. ഇതിവിടെ കിടന്ന് വടിയായ എനിക്ക് പണിയാവും. ഗുണാൽജി എന്തിനാ കരയുന്നത്? കാര്യം പറയാ. അതെ ചാക്കോച്ച, ഇന്ന് എന്റെ ജീവിതത്തിലെ അതിദാരുണമായ ഒരു ദുരന്തം നടന്ന ദിവസമാ. ഒരു പിടക്കോഴി പോലും ഇന്നലെ വരെ ധൈര്യമായിട്ട് എന്റെ മുമ്പ് വന്ന് കൂകിയിട്ടില്ല. പക്ഷേ ഇന്ന് കൂകി. ഇനി എനിക്കൊരു ഉശിരുള്ള പൂവനാകണം. അവളുമാരുടെ പുരപ്പുറത്ത് കയറി നിന്ന് ചിറകി വിരിച്ച് എനിക്ക് കൊക്കരക്കോ എന്ന് കൂകണം. എന്താ താൻ എന്നെ കോഴിയാകെ സഹായിക്കൂല്ലയോ? കർത്താവേ, ഞങ്ങൾക്ക് കോഴിപ്പണി ചെയ്തിട്ട് വേണം എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ. ഗുണാൽജി ഉദ്ദേശിച്ചത് യു മീൻ മാമ? മാമ. പിന്നെന്താണാവോ? കൂട്ടുകാരത്തിനകത്ത് ബോംബെയിൽ നിന്ന് വന്ന 2 പൂവൻ കോഴികള് അതിക്രമിച്ച് കടന്നുകൂടിയിട്ടുണ്ട്. അത് കണ്ടിട്ട് ചില അടുക്കളപ്പട കോഴികളും കൂകി തുടങ്ങിയിട്ടുണ്ട്. അതും ഈ എന്റെ മുമ്പിൽ നിന്ന്. പോയടോ, എന്റെ അഭിമാനം പോയടോ. വരുത്തന്മാരായ പൂവന്മാരെ എത്രയും വേഗം കശാപ്പ് ചെയ്തില്ലെങ്കിൽ എന്റെ സ്ഥാനം അടുക്കളയ്ക്ക് പുറത്താ. താൻ എന്നെ ഒന്ന് സഹായിക്കത്തില്ലയോ? ഇത്രേ ഉള്ളോ? ഇത് ചാക്കോയ്ക്ക് നിസ്സാരം. ഇന്ന് രാത്രി തന്നെ ഗുണാൽജിയുടെ ശത്രുക്കളായ ബോംബെ പൂവന്മാരി ചാക്കോ പൊക്കിയിരിക്കും, ചട്ടിയിലാക്കും, നമ്മൾ തൊട്ട് നക്കും. ഗുണാൽജി ധൈര്യമായിട്ട് ചിറക് വിരിച്ച് കൂവിക്കോ. അതിനിടയിൽ എന്റെ പ്രൊമോഷന്റെ കാര്യം. താൻ അവരെ തട്ടുന്നു, തനിക്ക് പ്രൊമോഷൻ കിട്ടുന്നു, നാട്ടുകാർ മുഴുവൻ ഞെട്ടുന്നു. സന്തോഷം. അവന്മാരടക്കം ഈ നാട്ടിലെ സകലമാന പൂവന്മാരെയും രായ്ക്ക് രാമാനം ഈ ചാക്കോ പൊക്കി നാടെടുത്തിരിക്കും. ഓ പിന്നെ പൊക്കി പിടിച്ചോണ്ടങ്ങടി ചെന്നാ മതി. അവര് ഭീകരരാ. ഭീകരരോ? അവന്മാരോ? പൂവന്മാരോ? നാട് കത്തണോ? ഈ തമ്പുരാക്കന്മാര് പവന്മാരുടെ കസ്റ്റഡിയില്ല. അവന്മാര് പറയുന്നത് ഈ തമ്പുരാക്കള് കേക്കൂ. ഇവിടെ ഒരു ഇല എണ്ണങ്ങണമെങ്കിൽ അവന്മാര് വിചാരിക്കണം. കർത്താവേ, ഈ പുന്നാര മോന ഭീകരന്മാർക്ക് എന്നെ ബലി കൊടുക്കാനുള്ള പരിപാടിയാണോ? താൻ എന്തുവാ ചിന്തിക്കുന്നത്? അവന്മാരാരാ, എന്താ ലക്ഷ്യം? ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം പിടിക്കാൻ. വെറും പിടിയല്ല, തെളിവ് സഹിതം പിടിക്കണം. തെളിവോ? അതെനിക്ക് പുല്ല. ഒരു തെളിവില്ലാതെ ഏവനെയും തട്ടി അകത്തായി കാണിച്ചു തരാം. അതിന് വകുപ്പുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ വകുപ്പുണ്ടാക്കും. ഞാൻ ഒരു തെളിവുണ്ടാക്കാൻ പോയതാ. ഇത് കണ്ടോ, കവിളത്തൊരു മുദ്ര, രാജമുദ്ര. കൊട്ടാരത്തിൽ കയറി അവന്മാരെ പൊക്കിയ തമ്പുരാൻ എന്നെ തട്ടും. ഗുണാൽജി എന്തെങ്കിലും ഉടായ്പ കാണിച്ച് അവന്മാരെ പുറത്താക്കിത്താ. ബാക്കി കാര്യം ചാക്കോ ഏറ്റു. അതൊന്നും നടക്കത്തില്ലടോ. അവന്മാരവിടെ കിടന്ന് വിരകി അവളുമാരിടുന്ന മുട്ടയ്ക്ക് ഞാൻ അടയിരിക്കേണ്ടി വരുമോന്ന് എന്റെ പേടി. ആ പേടി ഇനി വേണ്ട, ഞാനില്ലേ കൂടെ. അപ്പോ നാളെ ഞാൻ വരാം, കേസിന്റെ പുരോഗതി അറിയാൻ. പ്ലേറ്റ് നാളെ കൊണ്ടുവരാം. ബാക്കിയുള്ളത് താൻ അടിച്ചോ. സാമദ്രോഹി ഒരു തുള്ളി ബാക്കി വെച്ചിട്ടില്ല. ഗുണാളാ, എന്റെ പ്രൊമോഷൻ നടന്നില്ലെങ്കിൽ താൻ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും. ഞാൻ പറയുന്നത് തന്നെയല്ലേ സത്യം. നടക്കട്ടെ നടക്കട്ടെ. നാശം പിടിച്ചവൻ ആ സമയത്ത്. തൊലച്ചല്ലോ. സമ്മതിച്ചടയാ, സമ്മതിച്ച്. അളിയന് മർമ്മത്തിലാ. എല്ലാം എനിക്ക് മനസ്സിലായി. നിനക്കെന്തോന്ന് മനസ്സിലായി? എടാ, നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലായെന്ന് നിനക്ക് മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലായ? നിനക്കൊരു ചുക്കും മനസ്സിലായില്ല. മനസ്സിലായില്ലേ? നീ ഗോപികയാണെങ്കിൽ ഞാൻ ഗോപാലകൃഷ്ണനാണ് മോളെ.
നിന്റെ ഉള്ളിൽ കിടക്കുന്ന കള്ളത്തരം ഞാൻ കണ്ടുപിടിക്കും. അല്ല, ഇതാരും ഗോപികയോ? ഞാനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ മനസ്സിൽ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ ഞങ്ങളുടെ ജോലിയുടെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി. മാളവികയ്ക്ക് ഏതെങ്കിലും ഒരു ആൺകുട്ടിയുമായി കണക്ഷൻ ഉണ്ടാവും. കുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാവരിൽ നിന്നും ഒളിപ്പിക്കുന്നതും എന്നാൽ മറയ്ക്കാൻ കഴിയാത്തതുമായ ഒന്നേ ഉള്ളൂ. എന്താണെന്ന് പറയാം? പറയട്ടെ. ലവ് 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 പ്രണയം. ചിരിച്ച് 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 ചിരിച്ച്. ഇത്രയെങ്കിലും തുറന്നു പറയാൻ മനസ്സ് കാണിച്ച തമ്പുരാട്ടിയുടെ നല്ല മനസ്സിന് നന്ദി. എന്നാ ഞാൻ അതെ, തമ്പുരാട്ടിക്കുട്ടിക്ക് എന്തോ എന്നോട് പറയാനുണ്ട്. വേറെന്തോ പറയാനുണ്ട്. പറ. എന്താ അത്? ഒരിക്കൽ മാളൂനൊപ്പം ഒരാൾ വന്നിരുന്നു, അവളുടെ ലെക്ചറർ നെൽസൺ. ഇനി അവര് തമ്മിൽ എന്തെങ്കിലും? അവൾക്ക് അയാളെ ഇഷ്ടമായിരുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ കാര്യം. അരം പ്ലസ് അരം ഈസ് ഈക്വൽ ടു കിന്നരം. മനസ്സിലായില്ലല്ലേ? മാളവിക പ്ലസ് നെൽസൺ ഈസ് ഈക്വൽ ടു ഓട്ടം, ഒളിച്ചോട്ടം. ദാറ്റ്സ് ഓൾ. ആട്ടെ, ഈ നെൽസൺ ആളെങ്ങനെ? കുറച്ച് ഗ്ലാമർ ഉണ്ടോ? അതും മനസ്സിലായില്ലല്ലേ? ഏകദേശം ഇതേപോലുണ്ടോ ഫേസ്? അപ്പൊ ഗ്ലാമർ ഉണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ ദിനങ്ങൾ പുക പോലെ കടന്നു പോകുന്നു. എന്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ എരിയുന്നു. എന്റെ ഹൃദയം പുല്ല് പോലെ വാടിപ്പോകുന്നു. വിജനപ്രദേശത്തെ മൂങ്ങാ പോലെ ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു. എന്നെ വൈരികൾ എന്റെ പേര് ചൊല്ലി ശപിക്കുന്നു. ചാരം എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. എന്റെ പാനപാത്രത്തിൽ കണ്ണീർ കലരുന്നു. ആരാ? തനിക്ക് പറ്റിയ പണിയാ. പള്ളിയിലെത്തനാകേണ്ട പോലീസുകാരനായി ഇങ്ങനെ ഇരിക്കും. ഒരു പ്രൊമോഷന്റെ പേരും പറഞ്ഞ് തനിക്ക് കുടിക്കാനും കടിച്ചു കീറാനും എന്റെ പണം എത്രയാണോ കീറിയത്? ഇവിടെ ഒരു SI കൊണ്ട് ചെയ്യിക്കേണ്ട പണിയാണോ താൻ എന്നെ കൊണ്ട് ചെയ്യിച്ചത്? ഈ സമയം വല്ല മേലുദ്യോഗസ്ഥന്റെ പെണ്ണുമ്പിള്ളെ മക്കളെ മേക്കുന്ന ADC പണി ചെയ്തിരുന്നെങ്കിൽ ഞാൻ എന്നെ ഒരു സർക്കിളെങ്കിലും ആയനെ. തന്നെ നമ്പിയതാ ഗുണാണാ ഞാൻ ചെയ്ത തെറ്റ്. ഈ പറഞ്ഞ തന്റെ കാര്യം. പക്ഷേ എന്റെ അവസ്ഥയോ, മേലനങ്ങി ശീലമില്ലാത്ത തമ്പുരാക്കന്മാരോടൊപ്പം മേലനങ്ങാതെ കഷ്ടപ്പെട്ട് ഞാനും കുടുംബം സസന്തോഷം കഴിഞ്ഞു പോന്നതാ. അതിനിടയ്ക്ക് രണ്ടവന്മാരെ ബോംബെയിൽ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. കയ്യിരുന്നതും പോയി, കക്ഷത്ത് വച്ചതും പോയി. നിലവറെ കയറിയാലും കലവറെ കയറിയാലും ആ അലവലാദികൾ അവിടെ കാണും. കക്കാനും വയ്യ, നിൽക്കാനും വയ്യാത്ത അവസ്ഥയിലാണ്. നെയ്യ് നക്കിയവന്റെ ചുണ്ടിലേ ഉറുമ്പ് കടിക്കും. ഞാൻ അവിടെ കാട്ടിക്കൂട്ടിയ ചെറിയ ചെറിയ തിരിമറികളെങ്ങാനും അവന്മാരറിഞ്ഞ ആ തമ്പുരാക്കന്മാരന്റെ തല കൊയ്യും. ഇങ്ങനൊരു പേട്ട് തല ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല. ആ തമ്പുരാക്കന്മാരെ പറ്റിച്ച് താൻ എത്ര കാലം ഇങ്ങനെ ജീവിക്കൂടും? ഏതെങ്കിലും ഒരു തെണ്ടി ഒരു പരാതി എഴുത്തുനിന്ന് സഹായിച്ചിരുന്നെങ്കിൽ തന്നെ തൂക്കിയെടുത്ത് അകത്തിട്ട് ഗരടൻ തൂക്കിയും ഒലക്കി കുരുട്ടി ഈർക്കിളിയേറ്റും ഞാനൊന്ന് ആർമാദിച്ചേനെ. തന്നെ താൻ കുടിച്ചും കടിച്ചും എന്നെ മുടിപ്പിച്ച് തുറക്കുമ്പോ എന്റെ ശരീരം മുഴുവൻ അടിമുടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. അത് കഴിഞ്ഞിട്ട് താനെ തൂക്കുക, ഉരുട്ടുക, പുഴുകി തിന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. പറഞ്ഞു തൊലക്ക്. ഇല്ലേ ബൈബിൾ എടുക്കും? വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറയാം. തമ്പുരാക്കന്മാരുടെ കാര്യം പോട്ട്. അവര് വെറും ദുർഗുണ പരബ്രഹ്മങ്ങളാണെന്ന്. എന്നാൽ ആ തമ്പുരാട്ടിക്കുട്ടി കൂടി ഇങ്ങനെ ആയാൽ എന്തോ ചെയ്യും? തൊലി വെളുപ്പുള്ള ആമ്പിള്ളേരെ കാണുമ്പം ചക്കര കണ്ട കട്ടുറുമ്പുകളെ പോലെയാ. പിന്നെ ഒരു അടുക്കളക്കാരി പെണ്ണുണ്ട്. അവളുടെ സംസാരവും നടപ്പും ഭാവവും ഒക്കെ കണ്ടാ തമ്പുരാന്റെ ആദ്യ ഭാര്യയിലെ തമ്പുരാട്ടിക്കുട്ടിയാണെന്നേ തോന്നും. അഹങ്കാരി. എല്ലാ അവളുമാരുടെയും കൊച്ചുങ്ങളെ തൊട്ടിലാട്ടാനായിരിക്കും എന്റെ വിധി. വിധിയെ തടുക്കാൻ വില്ലേജ് ഓഫീസർക്കും കഴിയില്ല. അനുഭവിച്ചു തന്നെ തീരണം. അയ്യോമാരെങ്ങനെ അവിടെ ഒന്ന് കൂടി? തന്റെ തമ്പുരാൻ പണ്ട് വേട്ടയ്ക്ക് പോയപ്പോഴുണ്ടായ വേട്ടയ്ക്കൊരു മക്കളാണോ? ആ സംശയം എനിക്കും ഉണ്ട്. ആ മോരുകുടിയന്റെ പെരുമാറ്റങ്ങൾ കണ്ടാൽ തമ്പുരാൻ്റേതുപോലെ തന്നെ. തമ്പുരാനെ പറിച്ചു വെച്ചതുപോലെ. ബോംബെയിലൊക്കെ മുമ്പ് തമ്പുരാൻ പോയത് ഇതിനൊക്കെ ആയിരിക്കും. അത്രയും വേണ്ടപ്പെട്ടവരായതുകൊണ്ടാണല്ലോ തമ്പുരാൻ അവരെ മറ്റെവിടെയും പറപ്പിക്കാതെ കൂടെ തന്നെ പറപ്പിച്ചിരിക്കുന്നത്. ഇല മുള്ളിയതായാലും മുള്ളിയത് ഇലയായാലും ഇലക്കാണ് കേട്. കണ്ടകശനി കൊണ്ടേ പോകുമെന്ന് കേട്ടിട്ടില്ലയോ? കേട്ടിട്ടില്ല. ഇപ്പൊ കേട്ടല്ലോ. ഇനി അവന്മാരെ എങ്ങാനും തമ്പുരാന്റെ അനന്തരാവകാശികളായിട്ട് അവരോധിച്ച എന്റെ അമ്മോ. കർത്താവാണ് സത്യം. ഗതികേടിന് അങ്ങനെ എങ്ങനെ സംഭവിച്ച സർവകാര്യം ഹരഹരോ ഹര. അത് പിന്നെ അവള് ചുമ്മാ നിന്നപ്പോ ഞാൻ വെറുതെ. അപ്പൊ എന്നെ തപ്പിയല്ലേ വന്നത്? ഓ, വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാതെ രക്ഷപ്പെട്ട്. ഇനി ആ തമ്പുരാൻ പോകുന്നത് വരെ ഈ സ്വിമ്മിംഗ് പൂളേ ശരണം.
ആ